ജെറിൻ. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ കല്ലറയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ അമ്മ ഇവിടെ 2019 മുതൽ ഉടമ്പടി എടുത്തതാണ്. ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ വർഷം 2022 ജൂലൈ 28 ആയപ്പോഴത്തേക്കും കോളേജിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു. അപ്പോഴത്തേക്കും അടിവയറ്റിൽ ചെറിയ പെയിൻ പോലെ വന്ന്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകാം, ശനിയാഴ്ച ആവും, വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം ആ വേദന അങ്ങ് മാറിയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു. കോട്ടയത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ സ്കാൻ എടുക്കാൻ പറഞ്ഞു. സ്കാൻ എടുത്തു. അതിൻ്റെ അത് ചെറിയ സ്കാൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്പോർട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, വീട്ടിൽ പറയാതെയാണ് ഞാൻ പോയത്. സ്കാൻ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് പോയി. അവിടെ പോയി എടുത്തു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു കൂടെ ആരും വന്നില്ലേ എന്ന് ചോദിച്ചു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടെ ആരും വന്നിട്ടില്ല, ഞാൻ തന്നെയാണ് വന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാലും പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞ് റൈറ്റ് യൂറിത്തറിൻ്റെ അകത്ത് ചെറിയൊരു ബ്ലോക്കുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് അങ്ങനെ വന്നതുകൊണ്ട് റൈറ്റ് കിഡ്നിയുടെ ഫങ്ഷൻ കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. 13% ഫങ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫങ്ഷൻ അപ്പം നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞ് DTPA ടെസ്റ്റ് എടുത്തു. DTPA ടെസ്റ്റ് എടുത്തപ്പോൾ 13% ഉള്ളൂ ഫങ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. എങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോകണോ, മറ്റാരെങ്കിലും കാണിക്കണോ ഒന്നും അറിയത്തില്ല. അപ്പം റൈറ്റിൻ്റെ ഈ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ആ ബ്ലോക്ക് എങ്ങനെ നിന്നതാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ വന്നു, എവിടുന്ന് വന്നു ഒന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എറണാകുളത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ MRI സ്കാൻ കുറിച്ചു. MRI കുറിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കാൻ എടുത്തു. റിപ്പോർട്ട് വരാൻ 2-3 ദിവസം വൈകുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. ഞാനും മമ്മിയും എല്ലാവരും കൂടെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ആൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് എൻ്റെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശടയാളം വരയ്ക്കുകയും എൻ്റെ വയറിൻ്റെ ഇവിടെ കുരിശടയാളം വരയ്ക്കുകയും ചെയ്തു. വരച്ചിട്ട് പോയിട്ട് വാ, എല്ലാം ഓക്കെ ആവും, കുഴപ്പമില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. ഇവിടെ വന്നപ്പോൾ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞത് ഇത് റിമൂവ് ചെയ്യല്ലേ റിമൂവ് ചെയ്യാതെ സുഖമാക്കി കിട്ടണം, റിമൂവ് ചെയ്യാതെ അത് വർക്ക് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു പറഞ്ഞു. അവിടുത്തെ കോട്ടയത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു തന്നെ 15% താഴെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ട വരും, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് പോയപ്പം ഇവിടെ വന്നപ്പോൾ അച്ഛനോട് പോയിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് റിമൂവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അച്ഛനോട് അപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇത് റിമൂവ് ചെയ്യല്ലേ എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് നെഫ്രോനെ പോയി കണ്ടു. നെഫ്രോളജിയിലെ ഡോക്ടറെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു ബ്ലഡും ഇതെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടു ഇത് 13% ഉള്ളൂ, നമുക്കിത് റിമൂവ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. ഏതായാലും അപ്പോഴും ഞാൻ എപ്പോൾ ആശുപത്രിയിൽ പോയാലും കൃപാസനത്തിലെ കാശുരൂപം എൻ്റെ അമ്മ എൻ്റെ പോക്കറ്റിൽ തന്നു വിട്ടിട്ട് ഞാൻ പോകാറുള്ളായിരുന്നു. എപ്പോഴും മാതാവിൻ്റെ എണ്ണ തന്നെ നെറ്റിയെ പുരട്ടിയിട്ട് ആശുപത്രി പറഞ്ഞു വിടത്തുള്ളൂ. ആ കാശുരൂപമായിട്ട് ഞാൻ എപ്പോഴും പോകും. അപ്പോൾ നെഫ്രോയുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാശുരൂപത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത് സർജനെ കാണാൻ പോവുക, യൂറോളജിയിലേക്ക് കയറാൻ പോവുക. അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പറയും, മാതാവേ നീ എന്നെ ജനിച്ചപ്പോൾ എനിക്ക് 2 കിഡ്നി തന്നു, അതിൽ കുഴപ്പമൊന്നും ഇല്ലാതെ നീ തന്നെ, പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെ വന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ MRIയിൽ ഡോക്ടർ യൂറോളജിയുടെ അടുത്ത് കയറിയപ്പോൾ ആൾ പറഞ്ഞു ഇത് ജന്മന വന്നതാന്ന് പറഞ്ഞു. ജന്മന ഉള്ളതാ, പക്ഷേ അത് ചിലവർക്കൊരു ഏജിൽ മാത്രമേ ഇങ്ങനെ ഈ ബ്ലോക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞു യൂറിത്തറിൽ. ആ യൂറിത്തറിൽ ഈ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഇത് കുറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് ലോഡ് കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. ലെഫ്റ്റ് കിഡ്നിയാണ് ഇത് മുഴുവൻ റൈറ്റിൻ്റെയും കൂടെ പ്രവർത്തനം കൂടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് അപ്പോഴും പ്രാർത്ഥിക്കുക, ദൈവമേ ഇത് കളയാതെ എങ്ങനെയെങ്കിലും ഈ ഫങ്ഷൻ തിരിച്ചു കിട്ടാനുള്ള വഴി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ കളയല്ലേ പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം മുറുക്കെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഡോക്ടർ റിപ്പോർട്ടെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് യൂറോളജിസ്റ്റ് സർജൻ പറഞ്ഞു നമുക്കിത് കളയണ്ട, ഇത് ആരാ പറഞ്ഞ് കളയണം, ഇങ്ങനെ കളയണ്ട, നമുക്ക് കളയാതെ തന്നെ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 13% ഉണ്ടല്ലോ എന്ന് ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു. ആ ഉള്ളത് നമുക്ക് പ്രവർത്തിച്ചെടുപ്പിക്കാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കളയാതെ തന്നെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 17 ആയിരുന്നു ഓപ്പറേഷൻ. അങ്ങനെ ഓപ്പറേഷന് പോകുന്ന സമയത്ത് ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഓപ്പറേഷൻ. ആ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കും. ആ യൂറിത്തറിലെ ബ്ലോക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഓപ്പറേഷൻ. അപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് എടുക്കുകയും അപ്പോൾ ഓപ്പറേഷന് പോകുമ്പോൾ എൻ്റെ അമ്മയാണ് തലേദിവസം വന്ന് എന്നോട് അഡ്മിറ്റായി കിടക്കുന്ന സമയത്തെല്ലാം അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മമ്മി എപ്പോഴും മാതാവിൻ്റെ തൈലം പുരട്ടുകയും ഇപ്പോൾ ഓപ്പറേഷൻ എന്നെ കൊണ്ടുപോകുന്ന സമയത്തായാലും വയറിൻ്റെ ഇവിടെ തൈലം പുരട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ കാശുരൂപം ഞാൻ കിടക്കുമ്പോൾ എപ്പോഴും എൻ്റെ തലയണയ്ക്ക് അടി വെച്ചിട്ടാണ് ഞാൻ കടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷന് പോയി, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു.
അവർക്ക് ഡോക്ടർ എന്നോട് ഓപ്പറേഷന് മുമ്പ് പറഞ്ഞായിരുന്നു, നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളിത് തീരെ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മളിത് റിമൂവ് ചെയ്യാനുള്ള ഇത് നമ്മൾ നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ലാം കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയി, നല്ലോണം ബെറ്ററായിട്ട് വരുന്ന സാഹചര്യമായിരുന്നു. അതപ്പോഴത്തേക്കും ഒരു മാസം കഴിഞ്ഞ്, ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടപ്പം സാറ് പറഞ്ഞ് നമുക്കിപ്പോൾ ഇതിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് ഒരു വർഷം ഇതിന് സമയം കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഇത്രയും കുറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് കയറി വരാൻ കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം. പെട്ടെന്ന് പോയി നമ്മൾ ടെസ്റ്റ് ചെയ്താതൊന്നും പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 17 ഒരു വർഷമായി. അപ്പം ഞങ്ങൾ 21-ാം തീയതി വീണ്ടും ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടു. അപ്പോൾ സാറ് സി ടി സ്കാൻ എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ഞങ്ങൾ പോയി എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് റിപ്പോർട്ട് വരാൻ 2 ദിവസം എടുക്കും. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു, മാതാവേ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ വരല്ല, എല്ലാം ഓക്കെ ആക്കി തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ട് വന്നു. രാവിലെ റിപ്പോർട്ട് മേടിച്ച് പിന്നെ പിറ്റേ ദിവസം ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, യു ആർ അബ്സല്യൂട്ട്ലി നോർമൽ എന്ന് പറഞ്ഞ്. എല്ലാം പഴയ ഉണ്ടായിരുന്ന ഫിലിമും പുതിയ ഫിലിമും കമ്പയർ ചെയ്ത് ഞങ്ങളെ കാണിച്ചു, എന്നെ മൊപ്പാനെ കാണിച്ചു. ഇതിൻ്റെ അകത്ത് കുഴപ്പമില്ല, പണ്ടുണ്ടായിരുന്ന ആ ഒരു വീർത്തിരിക്കുന്ന ഭാഗം എല്ലാം കംപ്ലീറ്റ്ലി മാറി. ലെഫ്റ്റ് കിഡ്നി ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ റൈറ്റ് കിഡ്നി ഇരിക്കുന്നത് എല്ലാം പൂർണ്ണമായിട്ട് മാറി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ അമ്മ 2019 തൊട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്ന. അപ്പോൾ എൻ്റെ അനിയനായാലും നേഴ്സിങ്ങിന് BSc നേഴ്സിങ്ങിന് നാട്ടിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് 95% +2 മാർക്ക് ഉണ്ടായിട്ട് പോലും നാട്ടിൽ കിട്ടുന്നില്ല. അപ്പോൾ 1ാമത്തെ കഴിഞ്ഞു, 2ാമത്തെ കഴിഞ്ഞു, 3ാമത്തെ 4ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് അവന് അഡ്മിഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ എപ്പോഴും വീട്ടിൽ കൃപാസനത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി മമ്മി ഞങ്ങളുടെ 3 പേരുടെയും നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശടയാളം വരയ്ക്കും, പ്രാർത്ഥിക്കാൻ പറയും, കൊന്ത ചെല്ലും, ബൈബിൾ വാക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പം 5ാമത്തെ അലോട്ട്മെൻറ്റ് വന്നപ്പം അനിയനെ നാട്ടിൽ കിട്ടുകയും അവന് BSc അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഇപ്പോൾ അവൻ 2ാം വർഷത്തിലേക്ക് കയറി. അതുപോലെ തന്നെ എൻ്റെ ചേട്ടനും ഡിഗ്രി പഠിക്കണം, BCom പഠിക്കുന്ന സമയത്ത് ആൾക്കും ഫൈനൽ എക്സാം ആകുമ്പോൾ കുറച്ച് പാടായിരുന്നു പഠിക്കാൻ. എപ്പോഴും മമ്മിയോട് പറയും, മമ്മി ഭയങ്കര പാടാണ്, പ്രാർത്ഥിക്കണം, ഭയങ്കര പാടാണ്, ജയിക്കുമെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായിക്കും മമ്മി പരീക്ഷ എപ്പോഴും എഴുതാൻ പോയാലും മാതാവിൻ്റെ കാശ് രൂപ എപ്പോഴും കൊടുത്തു വിടും. ഇത് നിൻ്റെ പോക്കറ്റിൽ എപ്പോഴും വേണം, പരീക്ഷ എഴുതുമ്പോൾ പോക്കറ്റിൽ ഇതിട്ടിട്ട് വേണം നീ എഴുതാൻ എപ്പോഴും പറയും. അങ്ങനെ ചേട്ടായും എല്ലാ സബ്ജക്റ്റിനും എല്ലാം ഓക്കെ ആയി. ചേട്ടായി BCom പാസ്സായി, ചേട്ടായി MSW പഠിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്ത മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു.